1201 ആണ്ട് വൃശ്ചിക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് മീനക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും ചേർന്നതാണ് മീനക്കൂർ എന്ന് പറയുന്നത്. 17-11-2025 മുതൽ 15-12-2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. 5-12-2025 ഗുരു കർക്കിടകൻ രാശിയിൽ നിന്ന് വക്രം സഞ്ചരിച്ച് മിഥുനം രാശിയിൽ എത്തിച്ചേരുന്നു. ഗുരുവിൻ്റെ ഈ രാശി മാറ്റം ഗുണങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ബന്ധുക്കൾക്ക് പല പ്രയാസങ്ങളും വരാം. പൊതുവേ ഒരു സുഖമില്ലാത്ത ഒരു അവസ്ഥ, ഒരു ദേഹത്തിന് അസ്വസ്ഥത വരാം, മനസ്സിന് സ്വസ്ഥതയില്ലായ്മ ഒക്കെ വരാം. അതാണ് ഗുരുവിൻ്റെ പ്രവചനം മാറ്റം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സൂര്യൻ, ചൊവ്വ, ബുധൻ എന്നീ 3 ഗ്രഹങ്ങൾ വൃശ്ചിക രാശിയിൽ സംയോജിക്കുന്നു. പല ആപത്തുകളും ദീനതകളും മഹാവ്യാധികളും കുറയുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരുടെ 3 പേരുടെയും സംയോജനം കൊണ്ട് അതൊക്കെ ശമനം ലഭിക്കാം. കടുത്ത സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാനിരുന്നത് ഒരു പരിധിവരെ അത് ശമനം ആയി പോകുന്നു. ഭയപ്പെടേണ്ട ഒന്നും ഈ സംയോജനം മൂലം കാണുന്നില്ല. ശാന്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. വാക്കുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആരോടെങ്കിലും ആരോട് നമ്മൾ വാക്ക് പറഞ്ഞിരുന്നാലും സംസാരിച്ചിരുന്നാലും അത് അന്യർക്ക് പ്രകോപനം വരാത്ത രീതിയിലുള്ള സംസാര ശൈലി ആകണം. അല്ലെങ്കിൽ അത് ഭയങ്കര ദോഷമായി വരും. പകയും വിദ്വേഷമൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പശുമാട് വളർത്തി അതിൻ്റെ പാൽ കൊണ്ടോ പാൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടോ അവർക്കും നല്ല ലാഭം കിട്ടുന്നു. വീട്ടിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം വാങ്ങുവാൻ സാധിക്കുന്നു. ധനം പ്രതീക്ഷിക്കാം, ധാരാളം ധനം പ്രതീക്ഷിക്കാം. വീട് വാങ്ങുവാനും അല്ലെങ്കിൽ വീട് പണിയുവാനും സാധിക്കുന്നു. പ്രയാസങ്ങൾ ശനിയാകുന്നു. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. ബന്ധുക്കൾ വഴക്കിട്ട് പോകുന്നതിനും അതുമൂലം വിരോധം നിലനിൽക്കുന്നതിനുമൊക്കെ സാധ്യതയുണ്ടാകുന്നു. ഉറ്റ ബന്ധുക്കളുടെ വേർപാട് ദുഃഖമുണ്ടാക്കുന്നു. ഇനി ഓരോ നക്ഷത്രം, ഇത് മീനക്കൂറിൽ വരുന്ന ഓരോ നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ വേർതിരിച്ചാണ് ഞാൻ പ്രവചിക്കുന്നത്. പൂരുട്ടാതി നക്ഷത്രമാണ് ആദ്യമായിട്ട് പറയുന്നത്. 9 വയസ്സ് വരെ ഉള്ളവർക്ക് ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കാം. സമ്പത്ത് ലഭിക്കാം, ആരോഗ്യം ലഭിക്കാം, ബന്ധുക്കളുടെ സഹകരണങ്ങൾ ലഭിക്കാം. ചെറിയ ബാല്യകാല അസുഖങ്ങൾ ഉണ്ടാകുന്നുള്ളതൊഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരാം. കൂട്ടുകെട്ടുകൾ മോശമെങ്കിൽ പോലീസ് പരാതി, ജയിൽവാസം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചേക്കാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് ആദ്യം തടസ്സങ്ങൾ വരും എങ്കിലും അവസാനത്തെ 4 വർഷങ്ങൾ ഒരു കുഴപ്പവുമില്ലാതെ നല്ല രീതിയിൽ പോകുന്നതിനും വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും സാധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സമയത്തൊരു വിദ്യാഭ്യാസത്തിനനുസരിച്ചൊരു ജോലി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലി ഉപേക്ഷിക്കരുത്. കാരണം ജോലി കാര്യം സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്തിരി പ്രയാസമാണ് വരുന്നത്. അതുകൊണ്ട് ആ ജോലി കണ്ടിന്യൂ ചെയ്ത് പോവുക. വേറൊരു നല്ല ജോലി കിട്ടുമ്പോൾ ഇത് ഉപേക്ഷിക്കുക. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന, അവർ സ്നേഹിച്ച കുട്ടിയെയോ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള വിവാഹം കഴിക്കുന്നതിനുള്ളൊരു സമയമാണ്. ധനസമൃദ്ധി ധാരാളമായിട്ടുണ്ടാകാം. സന്തോഷം ലഭിക്കാം. ശരീരത്തിനും മനസ്സിനുമുള്ള അസ്വസ്ഥതകൾ മാറിക്കിട്ടും. അലർജി പോലുള്ള ചെറിയ അസുഖങ്ങൾ നിയന്ത്രണ വിധേയമാകും. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാണിച്ചാൽ പല ദുഃഖങ്ങളും വരെ കഷ്ടതകളൊക്കെ വരാം. ധനനാശമാണ് കൂടുതൽ വരേണ്ട സാധ്യത. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ദമ്പതിമാർ തമ്മിൽ വഴക്കുണ്ടാകുന്നതിനും അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാൾ, അതായത് ഭാര്യ ഭർത്താവിൽ ഒരാൾ മരണപ്പെടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുന്നു. മനപ്രയാസം, ദുരിതം, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അവർക്ക് പുതിയ വീട്, പുതിയ വാഹനം, പുതിയ വസ്തുവകൾ എന്നിവ അവർക്ക് വാങ്ങുവാൻ സാധിക്കുന്നു. അവാർഡുകളും ആദരവുകളും അവർക്ക് ലഭിക്കുന്നു. സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയായി മാറുന്നു. ഉദരരോഗമുള്ളവർക്ക് യഥാർത്ഥ ചികിത്സ ലഭിക്കുകയും അവരുടെ ആ രോഗങ്ങൾക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യുന്നു. അന്യർ ഒരിക്കൽ ചതിയിൽപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കുക. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ദുരിതങ്ങളും വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നു. ചെറിയ രോഗങ്ങൾ വരാം. വീഴ്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വീണ് കഴിഞ്ഞാൽ എല്ലൊക്കെ ഒടിയുന്നതിനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അടുത്ത ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്കുള്ളതാണ്. 13 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് വസിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ചില അസുഖങ്ങൾ വന്നേക്കാം. ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടതായിട്ട് വരാം.
പല രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. തെറ്റുകളിൽ പലതിനും അറിയാതെ ചെന്ന് ചാടാം. സൂക്ഷിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. ഉറ്റ ബന്ധുക്കൾ ആരോ മരണപ്പെടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചെറുപ്പത്തിൽ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നും അവർക്ക് വളരെയധികം ആശ്വാസം അവർക്ക് ലഭിക്കുന്നു. ഉത്തമമായ സംരക്ഷണം അവർക്ക് ലഭിക്കാം. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നതിനുള്ള ഒരു കഴിവ് അവർക്ക് കിട്ടും. ആലോചനാശേഷി, യുക്തിശേഷിയൊക്കെ അവർക്ക് കിട്ടും. ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കാം. ആ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള നല്ല പദവിയുള്ള ജോലിയും അവർക്ക്, തൊഴിലും ലഭിക്കാം. അതുപോലെ തന്നെ ധാരാളം പണം, മറ്റുള്ള ആഡംബര വസ്തുക്കളെല്ലാം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക് ദമ്പതിമാർ തമ്മിൽ പിരിഞ്ഞു പോകുന്നതിന് ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർ അകന്ന്, ജോലി സംബന്ധമായോ അല്ലാതെയോ അകന്ന് വസിക്കുന്നതിനും സാധ്യതയുണ്ട്. പല ദുഃഖങ്ങൾ വരാം. ധനം, സമ്പാദ്യങ്ങൾക്ക്, ധനത്തിനും ധാന്യത്തിനൊക്കെ കുറച്ച് കുറവ് വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ നിമിത്തം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. ചിലർക്ക് മരണഭയം ഉണ്ടാകാനും സാധ്യതയുണ്ട്. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് പുതിയ വാഹനങ്ങളും വീടും സ്ഥലവും എല്ലാം വാങ്ങാൻ സാധിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഇത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ തന്നെ അവർക്ക് അതിൻ്റെ ഒരു അമരത്ത് വരുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അല്ലെങ്കിൽ വലിയ വലിയ സംഘടനകളുടെ അമരത്ത് വരാനും അവർക്ക് സാധിക്കുന്നു. വിവാഹം നടക്കുവാൻ സാധിക്കുന്നു. അവർക്ക് ആഗ്രഹിക്കുന്ന ആളിനെ വിവാഹം കഴിക്കുവാൻ അവർക്ക് സാധിക്കുന്നു. കണ്ണിനും ഉദരത്തിനും ചെറിയ അസുഖങ്ങൾ വരുന്നതൊഴിച്ചാൽ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ഉള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ധനനാശവും വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നു. അന്യദേശവാസം കാണുന്നു. വേണ്ടപ്പെട്ടവരിൽ ആരെങ്കിലും മരണപ്പെടാം. അതായത് ഉറ്റ ബന്ധുക്കളോ സുഹൃത്തുക്കളോ മരണപ്പെടേണ്ട ഒരു സാധ്യതയുണ്ട്. അശ്രദ്ധ മൂലവും ഒക്കെ പോലീസ് കേസും പോലീസ് പരാതിയും കോടതി കേസുകളൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധ്യതയുണ്ട്. പിന്നെ ആഭിചാരക്രിയകളിൽ നിന്ന് ഭയം വരേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭ്യമാകും. പുതിയ വാഹനം, വീട് എന്നിവ വാങ്ങുന്നതിന് സാധിക്കും. ദാരിദ്ര്യം, കഷ്ടപ്പാടുകളെല്ലാം മാറി അവർക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്സും അവർക്ക് ലഭിക്കുന്നതാണ്. കാർഷിക വിളകളുടെ ധാരാളം നേട്ടങ്ങളും അവർക്ക് ലഭിക്കും. 73 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ചില ശസ്ത്രക്രിയകൾ വേണ്ടി വന്നേക്കാം. മുറിവ്, ചതവ്, ഒടിവ് എന്നിവ മൂലം കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം. ധനമുണ്ടാകുമെങ്കിലും പല രോഗങ്ങളും നിമിത്തം കുറച്ച് മനപ്രയാസം ഉണ്ടാകാം. പിത്തരസങ്ങളുമായിട്ട് ബന്ധമുള്ള ചില അവയവങ്ങൾക്ക് സർജറി വേണ്ടി വരാം. ദമ്പതിമാർ ആരെങ്കിലും ഒരാൾ മരണപ്പെടുവാൻ ഈ സമയം സാധ്യത കാണുന്നുണ്ട്. അടുത്തത് രേവതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെ ഉള്ളവർക്ക് ബന്ധുമിത്രാദികളുടെ ഒത്തുചേരുകൾ നടക്കുകയും വേണ്ടുന്ന രീതിയിൽ സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. മനപ്രയാസം അവർക്ക് ഉണ്ടാവുമെങ്കിലും ഈ സംരക്ഷണങ്ങളൊക്കെ ലഭിക്കുന്നതുകൊണ്ട് വളരെ സന്തോഷം അവർക്ക് ലഭിക്കാം. ചെറിയ ചില്ലറ രോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ധനത്തിനും ഐശ്വര്യത്തിനും കോട്ടങ്ങൾ വരാം. സംഭവിക്കാൻ പാടില്ലാത്ത പല അനർത്ഥങ്ങളും കുടുംബത്തിൽ നടക്കാം. മരണതുല്യമായ പല ആപത്തുകളെയും തരണം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. വേണ്ടപ്പെട്ടവരുടെ വേർപാട് നമുക്ക് ദുഃഖം തരാം. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളിലും തീരുമാനിച്ച പോലെ നടക്കാം. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും ഇതെല്ലാം അവർക്ക് കഷ്ടകാലങ്ങളെല്ലാം മാറിക്കിട്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് അവർക്ക് സാധിക്കുന്നു. അവർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നു. വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നു. വളരെ വിശേഷപ്പെട്ട ആൾക്കാരുടെ, അതായത് അവരുടെ വിരുന്ന് സൽക്കാരങ്ങളിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. അവിടെ നിങ്ങൾക്ക് വീടും സമ്പത്തും ഐശ്വര്യങ്ങളും പദവിയും എല്ലാം ലഭിക്കുന്നു. അതാണ് കാണുന്നത്. പിന്നെ വേണ്ടപ്പെട്ടവരുടെ ഒരു മരണം അല്ലെങ്കിൽ അവരുടെ വേർപിരിയൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാക്കാം. എങ്കിലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ധാരാളം ജീവിതത്തിൽ നടക്കാം. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരാം. ശാരീരികവും മാനസികവുമായിട്ടുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അവർ അനുഭവിച്ച, ഈ മുൻകാലങ്ങളിൽ അനുഭവിച്ച
ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടാകുന്നു. ഭഗവാൻ അവർക്ക് പ്രതാപം, ഐശ്വര്യം, പദവി, ആഡംബര ജീവിതം എല്ലാം അവർക്ക് നൽകുന്നു. വാഹനം, വീട്, അവർക്ക് കുടുംബത്തിൽ ഉള്ള ഐശ്വര്യങ്ങളെല്ലാം അവർക്ക് നല്ല വീടൊക്കെ വയ്ക്കാൻ സാധിക്കുന്നു. എങ്കിലും അവർക്ക് ചില രോഗങ്ങൾ മനസ്സിനെ വിഷമിപ്പിക്കുമെങ്കിലും അതൊന്നും ഒരു പ്രയാസമായിട്ട് വരുന്നില്ല. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള അവർക്ക് അവയവങ്ങൾക്ക് ചില സർജറികൾ വേണ്ടി വന്നേക്കാം. സർക്കാരിൽ നിന്നും ഭയം ജനിപ്പിക്കുന്ന ചില നോട്ടീസുകൾ ലഭിക്കാം. കോടതി നടപടികൾക്ക് തോൽവി വരാം. മോഷ്ടാക്കൾ നിങ്ങളുടെ പല വിലയേറിയ വസ്തുക്കളും മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ടതിനാൽ അവയെല്ലാം വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുക. ടൈഫോയിഡ് പോലുള്ള ജ്വരങ്ങൾ, പനി വരാനുള്ള സാധ്യതയുണ്ട്. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് സംഭവിച്ചു കഴിഞ്ഞ ബുദ്ധിശൂന്യതയ്ക്കും മറ്റും പശ്ചാത്തപിക്കേണ്ടതായിട്ട് വരാം. അതായത് നേരത്തെയൊക്കെ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമോശം ആലോചിക്കാണ്ട്, യുക്തിപൂർവ്വം അറിയിക്കാണ്ട് ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്ക് പശ്ചാത്തപിക്കേണ്ട ഒരു സാഹചര്യം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ പലതിനോടും വെറുപ്പും വിദ്വേഷവും ഒക്കെ തോന്നാം. മരണഭയം വരാം. മറ്റു പല രോഗങ്ങളാലും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകാം. ഇപ്പം വസിക്കുന്ന ദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. ഈ വൃശ്ചികമാസത്തിൽ നിങ്ങൾക്ക് സകലവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.